ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഡിവൈസാണ്. അതിന് പാസീവ് കമ്പോണൻസ് ആയിട്ടുള്ള ഡിഫറൻസ്, ഇതിനൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, ഒരു അഡീഷണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ആ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബയാസിങ്. എവിടെയായാലും ഒരു ബയാസിങ് എന്നൊരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ അത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക എന്നതിന് വേണ്ടി ആണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ആദ്യം നമ്മൾ ഒരു പി എൻ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഒക്കെ പഠിച്ചു കാണും. സെമി കണ്ടക്ടർ 2 ടൈപ്പ് ഉണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. അങ്ങനെ രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് ബാക്കി തിയറിക്കകത്തൊക്കെ പഠിക്കും. കമ്പൈൻ ചെയ്താണ് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. അതാണ് ഡയോഡ് എന്ന് പറയുന്നത്. അന്നേരം അതിനകത്ത് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അതിനകത്ത് ഇൻബിൽറ്റ് വോൾട്ടേജ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു കാണും. അതിന് ഇൻബിൽറ്റ് വോൾട്ടേജിന് കട്ടിൻ വോൾട്ട് എന്ന് പറയും. അത് ജെർമേനിയത്തിൽ 0.2 to 0.3 വോൾട്ടാണ്. സിലിക്കോണിന് 0.6 to 0.7 വോൾട്ട് ആയിരിക്കും. അത് നമ്മൾ ആദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഡയോഡ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പവർ ഡയോഡ്സ് ആണ്. പവർ ഡയോഡ്സ് എന്ന് പറഞ്ഞാൽ പവർ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡ്സ് ആണ് പവർ ഡയോഡ് എന്ന് പറയുന്നത്. അത് AC to DC കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയോഡ്സ് ആണ് പവർ ഡയോഡ്സ്. അത് ആദ്യമായിട്ട് നമ്മൾ ഒരു ഡയോഡ് കാണിക്കാം. അതിൻ്റെ പേര് 1N4001 തൊട്ട് 1N4007 വരെ അത് അവൈലബിളാണ്. 1N എന്ന് പറഞ്ഞാൽ 1 ജംഗ്ഷൻ എന്ന്, IN എന്നല്ല 1N എന്ന അത് പേര്. 1N എന്ന് പറഞ്ഞാൽ 1 ജംഗ്ഷൻ. ഡയോഡിന് 1 ജംഗ്ഷൻ ഉണ്ട്. 1 ജംഗ്ഷൻ ഡയോഡാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 1N എന്ന് യൂസ് ചെയ്യുന്നത്. 2N വന്നു കഴിഞ്ഞാൽ അതേപോലെ 2N വന്നാൽ 2 ജംഗ്ഷൻ ഉള്ളത് ട്രാൻസിസ്റ്ററിനാണ്. 2N എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻഡിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ 1N4001 തൊട്ട് 7 വരെ അവൈലബിളാണ്. 40 ഇതിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 1 ആംപിയറാണ്. പിന്നെ നിങ്ങൾ PIV പഠിച്ചു കാണും. PIV എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അതായത് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഒരു ഡയോഡിനകത്ത് നമ്മൾ അപ്ലൈ ആവുന്ന മാക്സിമം വോൾട്ടേജ് വിത്തൗട്ട് ഡാമേജ് ആയിട്ട് മാക്സിമം അപ്ലൈ ആവുന്ന വോൾട്ടേജാണ് PIV എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഈ ലാസ്റ്റ് 1 തൊട്ട് 7 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വോൾട്ടേജ് മാക്സിമം PIV ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 4001 എന്ന് പറയുന്നത് അത് മാക്സിമം അതിൻ്റെ വോൾട്ടേജ്, അതായത് നമുക്ക് ഉപയോഗിക്കാവുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 50 വോൾട്ടേജ് ആണ്. 50 വോൾട്ടാണ് ഉള്ളത്. 4002 എന്ന് പറയുന്നത് 100 വോൾട്ട്. 4003 200 വോൾട്ട്. 4004 400 വോൾട്ട്. 5 600. 4006 800. 4007 1000 വോൾട്ട്. ഇങ്ങനെ അത് 4001 തൊട്ട് 7 വരെയുള്ള ഡയോഡ്സ് അവൈലബിളാണ്. അതിന് മാക്സിമം നമ്മൾ അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം അത് യൂസ് ചെയ്യാവുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ. അതിൻ്റെ അപ്ലൈ ആവുന്ന 7 വരെ അവൈലബിൾ, 1000 വോൾട്ട് വരെയുള്ള ഡയോഡ്സ് അത് അവൈലബിൾ. നമുക്കിപ്പോൾ ഇത് മാക്സിമം 1 ആംപിയർ വരെ 4007 ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് കറണ്ട് റേറ്റിംഗ് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 5402 നമ്മളിവിടെ ഉള്ളത്. 5400 തൊട്ട് 1N5408 വരെ അത് അവൈലബിളാണ്. അതിൻ്റെ മാക്സിമം കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3 ആംപിയറാണ്. 3 ആംപിയർ വരെ ഉള്ള മാക്സിമം നമുക്ക് കറണ്ട് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാം. അതിൻ്റെ PIV 5400 എന്ന് പറയുന്നത് അത് 50 വോൾട്ട് വരെ മാക്സിമം PIV എന്ന് പറയുന്നത് 50 വോൾട്ടാണ്. PIV എന്ന് പറയുന്നത് 50 വോൾട്ട്. 5401 100 വോൾട്ട്. 5402 എന്നാൽ 200 വോൾട്ട്. 03 300 വോൾട്ട്. 04 400 വോൾട്ട്. 05 എന്ന് പറയുന്നത് 500 വോൾട്ട്. 6 എന്ന് പറയുന്നത് 600 വോൾട്ട്. 7 എന്ന് പറയുന്നത് 800 വോൾട്ട് വരെ ഉപയോഗിക്കാം. 5408 എന്ന് പറയുന്നത് 1000 വോൾട്ട് വരെ ഉപയോഗിക്കാം. നമ്മൾ ഇങ്ങനെ ഈ കറണ്ട് റേറ്റിംഗ് നോക്കിയിട്ട് നമ്മളിപ്പോൾ മാക്സിമം 3 ആംപിയർ വരെ ഇത് ഈ 54 സീരീസിലുള്ള 1N54 സീരീസിലുള്ള ആ ഡയോഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിനെക്കാട്ടി കറണ്ട് റേറ്റിംഗ് കൂടിയ ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അതാണിത്. കുറച്ചുകൂടെ മറ്റേതിനെക്കാട്ടി 1N4001 കാട്ടി കുറച്ചുകൂടെ ഡയമീറ്റർ കൂടുതലായിരിക്കും. കറണ്ട് റേറ്റിംഗ് കൂടിയപ്പോൾ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത്. അതിൻ്റെ ഇതിനകത്ത് ഒരു ലൈൻ ഉണ്ട്, നമുക്ക് കാഥോഡ് ആനോഡ്. മറ്റേ 1N4007 കാണിച്ചാൽ ഒട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഉള്ളതാണ് കാഥോഡ്.
ഓപ്പോസിറ്റ് സൈഡ് ആനോഡ്. 1 and 4001 അങ്ങനെ തന്നെ ഒരു ലൈൻ ഉണ്ടാവും, ഒരു സിൽവർ ലൈൻ ഉണ്ടായിരിക്കും, അതായിരിക്കും കാഥോഡ്, ഓപ്പോസിറ്റ് സൈഡ് ആനോഡ്. ഇപ്പോൾ നമുക്ക് 3 ആംപിയർ റേറ്റിംഗ് കൂടിയ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അന്നേരം ഉപയോഗിക്കുന്ന ഡയോഡാണ് മെറ്റൽ ഡയോഡ്. ഈ മെറ്റൽ ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് അതെല്ലാ വോൾട്ടേജ് റേഞ്ചിലും അവൈലബിൾ, കിലോ വോൾട്ടിലും കിലോ ആംപിയർ റേഞ്ചിലും ഇത് അവൈലബിൾ. അന്നേരം അങ്ങനെയുള്ള കിലോ വോൾട്ട് കിലോ ആംപിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ വരുന്ന സമയത്ത് മെറ്റൽ ഡയോഡ് ഉപയോഗിക്കുന്ന അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആനോഡ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. അതിൻ്റെ കാഥോഡായിരിക്കും ഈ സെൻറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വയർ എന്ന് പറഞ്ഞാൽ കാഥോഡ്, ബോഡി ആനോഡായിരിക്കും. അതിൻ്റെ ബോഡി ആനോഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജംഗ്ഷനിലെ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യും. പവർ കൂടുതൽ എടുക്കുന്ന സമയത്ത്, കറണ്ട് റേറ്റിംഗ് കൂടുതൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ജംഗ്ഷനിൽ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യും. ഈ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ ഒരു മെറ്റൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഒരു മെറ്റൽ ബോഡിയാണിത്, മെറ്റൽ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി മെറ്റൽ ബോഡി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മെറ്റൽ ഡയോഡ് എന്ന് പറയുന്നത്. അത് ഇതിലേക്ക് വീണ്ടും നമുക്ക് ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്യാൻ അതിനകത്ത് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ആ ത്രെഡിലേക്ക് നമുക്ക് വീണ്ടും ഏതെങ്കിലും മെറ്റൽ, അത് 2 ടൈപ്പ് മെറ്റൽ ഉപയോഗിക്കുന്നുള്ളൂ, അലുമിനിയവും അതുപോലെ കോപ്പർ. ഇതിൻ്റെ ഏതെങ്കിലും മെറ്റൽ വെച്ചുള്ളത് ഹീറ്റ് സിങ്ക് അതിനകത്ത് ത്രെഡ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് ഈ മെറ്റൽ ബോഡിയിലെ ഹീറ്റ് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം ജംഗ്ഷണൽ ഹീറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് മെറ്റൽ ഡയോഡ്. അത് എല്ലാ കിലോ വോൾട്ടിലും കിലോ ആംപിയർ റേഞ്ചിലും അവൈലബിൾ ആണ്. അടുത്തത് സെനർ ഡയോഡ്. എന്ന് പറയുന്ന നമുക്കറിയാം, റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ റിവേഴ്സ് കാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ റിവേഴ്സ് കാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ചെല്ലുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പിന്നെ കറണ്ട് മാത്രം ഇൻക്രീസ് ചെയ്യും. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സ്പെഷ്യലി ഡോപ്ഡ് ഡയോഡാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അത് ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. ഹെവിലി ഡോപ്ഡ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റി, നിങ്ങൾ ഡോപ്പിംഗ് ഒക്കെ പഠിച്ചു കാണും. ഇമ്പ്യൂരിറ്റീസ് കൂടുതൽ ആഡ് ചെയ്യുന്നതിനാണ് ഹെവിലി ഡോപ്ഡ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഓർഡിനറി ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്ര ആണെന്ന് അത് ഡിസൈഡ് ചെയ്തിട്ടില്ല, അത് ഇത്രയെങ്കിലും ആവും. ഈ സെനർ ഡയോഡ് അങ്ങനല്ല. സെനർ ഡയോഡിൻ്റെ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മാനുഫാക്ചർ ഡിസൈഡ് ചെയ്തതിനു ശേഷം ആ ഡിഫറെൻറ്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ അവൈലബിളാണ്. എപ്പോഴും ഇത് റിവേഴ്സ് ബയസ് കണ്ടീഷനിലായിരിക്കും ഒരു സെനർ ഡയോഡ് ആക്ട് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്ത ഒരു ഓർഡിനറി ഡയോഡായിട്ട് അത് ആക്ട് ചെയ്യും. അന്നേരം ഇതിന് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് മാനുഫാക്ചർ ഡിസൈഡ് ചെയ്തിട്ട് അത് മാർക്കറ്റ് ഡിഫറെൻറ്റ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ അവൈലബിളാണ്. 3 വോൾട്ട്, 3.2, 5, 5.2, 5.6, 6 വോൾട്ട്. നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏത് വോൾട്ടേജിൻ്റെ ഒരു റെഗുലേറ്ററാണ് വേണ്ടത്, ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് സെനർ ഡയോഡ് എപ്പോഴും ഒരു വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമുക്കറിയാം LED, നമ്മൾ ഈ എല്ലാ സ്ഥലത്തും LED കാണാം. നമ്മൾ LED വാള്, എല്ലാ സ്ഥലത്തും ഇപ്പോൾ LED മയമാണ്. അതുകൊണ്ട് LED നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്നാലും അതിനകത്തുനിന്ന് എനർജി ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ആ ഫോട്ടോൺസ് ആണ് LED നിന്ന് വരുന്ന ലൈറ്റ്. അതിന് ഇതിന് ഡയോഡ് പോലെ തന്നെ കാഥോഡ് ആനോഡും ഉണ്ട്. ഈ കാഥോഡ് അത് ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡിന് ലെങ്ത് കൂടുതലും മറ്റേ ലീഡിന് ലെങ്ത് കുറവായിരിക്കും. അന്നേരം ലെങ്ത് കൂടിയത് ആണ് അതിൻ്റെ ആനോഡ്, പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. ലെങ്ത് കുറഞ്ഞത് കാഥോഡ്. നമുക്ക് അങ്ങനെ ചിലപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഇലക്ട്രോഡ് L ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതാണ് അതിലെ കാഥോഡ്. ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ആനോഡ്. കാഥോഡ് L ഷേപ്പ് ഇരിക്കും, ആനോഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ
അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗ്ലാസ്സിലകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാഥോഡ് ആനോഡ് കണ്ടുപിടിക്കാം, അഥവാ ലീഡ് കട്ട് ചെയ്ത് കളഞ്ഞു. അന്നേരം LED ഡിഫറെൻറ്റ് വാട്ടേജിലൊക്കെ അവൈലബിൾ. ഇപ്പോൾ നമ്മൾ ലൈറ്റ് LED ലൈറ്റൊക്കെ അവൈലബിൾ, സ്ട്രീറ്റ് ലൈറ്റിന് അവൈലബിൾ, അതെല്ലാം ഡിഫറെൻറ്റ് വാട്ടേജിലുള്ള LED ഇപ്പോൾ അവൈലബിൾ. അടുത്തത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ട്രാൻസിസ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് NPN ട്രാൻസിസ്റ്ററും മറ്റൊന്ന് PNP ട്രാൻസിസ്റ്ററും. അതിൻ്റെ NPN PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പലാണ് തൊട്ട് താഴെ കാണുന്നത്. മേളിൽ ഈ കാണുന്നത് അതിന് ഇക്വലൻറ്റ് NPNൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടും ഇത് PNBയുടെ ഇക്വലൻറ്റ് സർക്യൂട്ടുമാണ്. ഇത് അതായത് ഒരു NPN എന്ന് പറയുന്നത് അതിന് എമിറ്റർ ബേസ് കളക്ടർ ഉണ്ട് എല്ലാ ട്രാൻസിസ്റ്ററിനും. ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ എൻ സൈഡ് ഒരു ഡയോഡിന് ഇക്വലൻ്റ് ആയിരിക്കും ബേസ് ടു എമിറ്ററും ബേസ് ടു കളക്ടറും. അന്നേരം നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. NPN ആണെങ്കിൽ എന്നും പി ആയിട്ട് ബേസുമായിട്ട് ആദ്യം നമ്മൾ ലീഡ് ടച്ച് ചെയ്ത് നോക്കും. അത് അതിനകത്ത് വീഡിയോ ഉണ്ട് ടെസ്റ്റിങ്. അതിനുശേഷം പിയും എന്നുമായിട്ട് ടച്ച് ചെയ്ത് നോക്കും. അത് ഇങ്ങനെ ഡയോഡിനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്ന ഇക്വലൻ്റ് ആണ് അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ട്രാൻസിസ്റ്റർ ഉണ്ട്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ലാബിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് BC107 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. BC107 ട്രാൻസിസ്റ്ററാണിത്. ഈ ട്രാൻസിസ്റ്ററിനകത്ത് എമിറ്റർ ബേസ് കളക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ലാബിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് എമിറ്റർ ബേസ് കളക്ടർ കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് ബയാസ് കണക്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഇതിനകത്ത് ട്രാൻസിസ്റ്റർ നോക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു മെറ്റാലിക് ബോഡി ആയിരിക്കും, റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ ആ മെറ്റൽ ബോഡിയിൽ തന്നെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. ഇതേപോലെ ഈ കാണുന്നുണ്ടോ, ഒരു പ്രൊജക്ഷൻ ഇതുപോലെ ഉണ്ടാവും. ആ പ്രൊജക്ഷൻ ഉള്ള അതാണ് അതിൻ്റെ അടുത്ത് വരുന്ന ലീഡാണ് എമിറ്റർ. അത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ലീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രി വരുന്ന ബേസ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, എമിറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന കളക്ടർ. ഇങ്ങനെയാണ് അത് അതിൻ്റെ ലീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് BC എന്നുള്ളത് ഇൻഡിക്കേഷൻ. BC107 എന്ന ട്രാൻസിസ്റ്ററാണ്, അത് അറിഞ്ഞിരിക്കണം. B എന്ന് പറയുന്നത് അത് സിലിക്കൺ ട്രാൻസിസ്റ്ററാണ്. 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ആക്റ്റീവ് കമ്പൗണ്ട്സുകളിൽ ഒന്ന് ജെർമേനിയം, ഒന്ന് സിലിക്കണും. അന്നേരം ഇതിനകത്ത് B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു സിലിക്കൺ ഡയോഡാണ്. C ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഓഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു ട്രാൻസിസ്റ്റർ ഉണ്ട് AC128, പേര് AC128 എന്ന. ഈ AC128 എന്ന് പറഞ്ഞ് A ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജെർമേനിയൻ ട്രാൻസിസ്റ്റർ ആണ്. C ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു ഓഡിയോ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ആണ്. അതുപോലെ BF സീരീസിലുള്ളതുണ്ട്. BF194 എന്നൊക്കെ ഉള്ള ട്രാൻസിസ്റ്റർ ഉണ്ട്. അത് B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ തന്നെ സിലിക്കൺ. F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി, HF ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ആണെന്ന്. ഈ BC107, AC128 അതൊക്കെ ഓഡിയോ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. അത് റേഡിയോ ഫ്രീക്വൻസിയിൽ അത് വർക്ക് ചെയ്യത്തില്ല. അതിന് ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്, ആ ഫ്രീക്വൻസി ലിമിറ്റ് ഉണ്ട്. അവിടെ വരെ മാക്സിമം ഫ്രീക്വൻസി ഉണ്ട്, അവിടെ വരെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതുപോലെ മറ്റൊരു ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓഡിയോ ഫ്രീക്വൻസിയിലുള്ള ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരെണ്ണം ഓഡിയോ ഫ്രീക്വൻസി എന്നല്ല, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് SL100. BC107 ട്രാൻസിസ്റ്ററിനെ പോലെ തന്നെ, പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ കറണ്ട് റേറ്റിംഗ് കൂടുതലാണ് ഇതിന്. അതായത് സ്വിച്ചിങ് ആപ്ലിക്കേഷനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ട്രാൻസിസ്റ്റർ സ്വിച്ച് ആ സമയത്തൊക്കെ കുറച്ചുകൂടെ കറണ്ട് റേറ്റിംഗ് വേണ്ടി വരും. ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് SL100. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമിറ്റർ ബേസ് കളക്ടർ കണ്ടുപിടിക്കുക. ഇത് കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിരിക്കും, കറണ്ട് റേറ്റിംഗ് കൂടിയതുകൊണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തൊരു പ്രൊജക്ഷൻ കാണാം. ആ പ്രൊജക്ഷനുള്ള എമിറ്റർ സെൻട്രി വന്നിരിക്കുന്ന ആ ട്രയാങ്കുലർ ഷേപ്പിലാണ് ലീഡ്സ് അറേഞ്ച് ചെയ്യുന്നത്. സെൻട്രി വരുന്ന ബേസ്, ഓപ്പോസിറ്റ് സൈഡ് കളക്ടർ. ഇനി ഉള്ളത് പവർ ട്രാൻസിസ്റ്റർ ആണ്. നേരത്തെ പറഞ്ഞ് 2N എന്ന് പറഞ്ഞ് ഞാൻ 1N ഡയോഡ് പറഞ്ഞു ആ സമയത്ത് പറഞ്ഞിരുന്നു. 2N സീരീസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കുമെന്ന്.
ഇതൊരു 2N3055 എന്ന ഒരു ട്രാൻസിസ്റ്ററാണ്, പവർ ട്രാൻസിസ്റ്ററാണ്. അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ബോഡിയാണ്. ഇതിൻ്റെ എമിറ്റർ ബേസ് കളക്ടർ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് എയിം. ഇതിപ്പോൾ നോക്ക്, ഞാൻ പിടിച്ചേക്കുന്നുണ്ട്. ഒരു സൈഡിൽ സ്പേസ് കൂടുതലും, ലീഡ്സ് ഇരിക്കുന്ന ഒരു സൈഡിൽ സ്പേസ് കൂടുതലും, ഓപ്പോസിറ്റ് സൈഡിൽ സ്പേസ് കുറവാണ്. ടോപ്പിൽ സ്പേസ് കുറവും ബോട്ടം സൈഡിൽ സ്പേസ് കൂടുതലും. അത് നമുക്ക് അങ്ങനെ ആ സ്പേസ് കൂടിയ സ്ഥലം നമുക്ക് ഫേസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ ലെഫ്റ്റിലുള്ള നമുക്ക് ഇത് ഈ ലീഡ് ഫസ്റ്റ് കാണുന്ന, അങ്ങനെ നമ്മൾ സ്പേസ് കൂടിയ സ്ഥലം നമുക്ക് ഫേസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് ബേസ്, എമിറ്റർ, കളക്ടർ. ഫസ്റ്റ് വരുന്ന ഇത് ഈ ലീഡാണ് ബേസ്, ഇത് എമിറ്റർ, ബോഡിയാണ് കളക്ടർ. ബോഡി കളക്ടർ ആക്കി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത്, പവർ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കുന്നത്, വലിയ പവർ ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഔട്ട്പുട്ട് നമ്മൾ സ്പീക്കറിലേക്ക് ഔട്ട്പുട്ട് കൊടുത്ത് മാക്സിമം നമ്മൾ ആംപ്ലിഫയറിൻ്റെ വോളിയം വെക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ചൂടാവുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും കളക്ടർ ടു ബേസ് റീജിയനിലായിരിക്കും ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നത്. അന്നേരം കളക്ടർ ഈ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരുന്ന ആ കളക്ടർ ടു ബേസ് ജംഗ്ഷനിലെ ഹീറ്റ് ഈ ബോഡിയിലേക്ക്, ഈ മെറ്റാലിക് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ, കോപ്പറിൻ്റെ ഹീറ്റ് സിങ്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും. അത് ആ ഹീറ്റ് ആ മെറ്റാലിക് ബോഡിയിലേക്ക്, ആ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്ന മെറ്റാലിക് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹീറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്ത ലിമിറ്റിനെക്കാട്ടി കൂടുതലായ ഈ ട്രാൻസിസ്റ്റർ ഡാമേജ് ആയിപ്പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഹീറ്റ് അങ്ങനെ ഉണ്ടാവുന്നതിന്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് ഹീറ്റ് കൂടി വന്ന് ഡാമേജ് ആയി പോകും. അങ്ങനെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് പറയുന്നത് തെർമൽ റൺ അവേ എന്ന് പറയും. അന്നേരം അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.